പ്രമുഖ ചലച്ചിത്ര പ്രവർത്തകരും സർക്കാർ പ്രതിനിധികളും വിഷയ വിദഗ്ധരും പങ്കെടുക്കുന്ന ഈ ദ്വിദിന കോൺക്ലേവ് നൂതനമായ ആശയങ്ങളും അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അവതരിപ്പിക്കാനുള്ള ഒരു തുറന്ന സംവാദവേദി കൂടിയായിരിക്കും എന്ന പ്രതീക്ഷ പങ്കുവെച്ചുകൊണ്ട് നിറഞ്ഞ സന്തോഷത്തോടെ ഈ കോൺക്ലേവിൻ്റെ ഔപചാരികമായ ഉദ്ഘാടനം എല്ലാവരുടെയും അനുമതിയോടെ നിർവഹിച്ചതായി അറിയിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി കേരള ഫിലിം പോളിസി കോൺക്ലേവിൻ്റെ ഉദ്ഘാടന പ്രഭാഷണം നിർവഹിച്ചു കഴിഞ്ഞു. പ്രതീകാത്മകമായ ഉദ്ഘാടനം നിർവഹിക്കുന്നതിനായി ഏതൊരു സിനിമയുടെയും ഷൂട്ടിംഗ് ആരംഭിക്കുന്നത് ക്ലാബ് ബോർഡ് അടിച്ചു. അദ്ദേഹത്തിന് ഈ ക്ലാബ് ബോർഡ് നൽകുന്നത് KSFDC ബോർഡ് മെമ്പറും 2 തവണ കേരള സംസ്ഥാന ചലച്ചിത്ര അവാർഡ് ലഭിച്ച മലയാളത്തിൻ്റെ പ്രിയപ്പെട്ട നടിയുമായ ശ്രീമതി നവ്യ നായരാണ്. Srimati Navya Nair is handing over a club board which our Honorable Chief Minister will use to ceremoniously inaugurate the Kerala Film Policy Conclave. Thank you. അദ്ദേഹത്തിന് ഈ ക്ലാബ് ബോർഡ് നൽകുന്നത് KSFDC ബോർഡ് മെമ്പറും 2 തവണ കേരള സംസ്ഥാന ചലച്ചിത്ര അവാർഡ് ലഭിച്ച മലയാളത്തിൻ്റെ പ്രിയപ്പെട്ട നടിയുമായ ശ്രീമതി നവ്യ നായരാണ്. Srimati Navya Nair is handing over a club board which our Honorable Chief Minister will use to ceremoniously inaugurate the Kerala Film Policy Conclave. Thank you. ഈ ചടങ്ങിനെ തൻ്റെ സാന്നിധ്യം കൊണ്ട് സമ്പന്നമാക്കിയിരിക്കുകയാണ് മലയാള സിനിമയുടെ അഭിമാന താരമായ പത്മഭൂഷൺ ശ്രീ മോഹൻലാൽ. 4.5 പതിറ്റാണ്ട് കാലമായി നമ്മെ രസിപ്പിക്കുന്ന വേഷപ്പകർച്ചകളിലൂടെ നമ്മുടെ സ്വകാര്യ അഹങ്കാരമായി മാറിയ അദ്ദേഹത്തിൻ്റെ വാക്കുകൾക്കായി നമുക്ക് ഇനി കാതോർക്കാം. സദസ്സിനെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുന്നതിനായി ശ്രീ മോഹൻലാലിനെ സസ്നേഹം ക്ഷണിക്കുന്നു. വകുപ്പ് മന്ത്രി ശിവൻകുട്ടി സർ, ആരോഗ്യ വകുപ്പ് മന്ത്രി വീണ ജോർജ്, വേദിയിലും സദസ്സിലുമുള്ള മറ്റ് വിശിഷ്ട വ്യക്തികൾ, എൻ്റെ പ്രിയപ്പെട്ട സഹപ്രവർത്തകർ, നിങ്ങളെല്ലാം ഭാഗമായി ഈ ചടങ്ങിൽ പങ്കെടുക്കാൻ കഴിഞ്ഞതിലും ഈ വേദിയിൽ നിന്ന് എല്ലാവരുമായി സംസാരിക്കുവാൻ അവസരം ലഭിച്ചതിലും ഞാൻ അതിയായി സന്തോഷിക്കുന്നു. ഇതുപോലൊരു പ്രധാനപ്പെട്ട വേദിയിൽ നിൽക്കുമ്പോൾ ഇതിന് അവസരമുണ്ടാക്കി തന്ന നമ്മൾക്കെല്ലാവർക്കും അത്രമേൽ പ്രിയങ്കരനായിരുന്ന മലയാളത്തിൻ്റെ മഹാപ്രതിഭ യശശരീരനായ ശ്രീ ഷാജി സാറിനെ ഞാൻ ഓർക്കുന്നു. അദ്ദേഹത്തിൻ്റെ അറിവും ഉൾക്കാഴ്ചയും സംസ്ഥാന ചലച്ചിത്ര നയത്തിൽ പ്രതിഫലിക്കുമെന്നും കേരള സംസ്ഥാന ചലച്ചിത്ര നയം മറ്റ് സംസ്ഥാന ചലച്ചിത്ര നയങ്ങളിൽ നിന്നും വ്യത്യസ്തമാകുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. മലയാള സിനിമ നമ്മുടെ സമൂഹത്തിൻ്റെ പ്രതിഫലനമാണ്. കേരള സംസ്കാരം, സാഹിത്യം, മലയാളിയുടെ സ്വപ്നങ്ങൾ എന്നിവ ലോകത്തിന് മുന്നിൽ അവതരിപ്പിക്കാനുള്ള കലകളുടെ കല എന്ന് വിശേഷിപ്പിക്കാവുന്ന മാധ്യമമാണത്. ചലച്ചിത്ര മേഖല അഭിനേതാക്കൾ, സാങ്കേതിക പ്രവർത്തകർ, എഴുത്തുകാർ, നിർമ്മാതാക്കൾ, വിതരണക്കാർ, തിയേറ്റർ ഉടമകൾ എന്നിവർ ഉൾപ്പെട്ട ഒരു ആവാസ വ്യവസ്ഥയാണ്. മലയാള ചലച്ചിത്ര മേഖലയുടെ ഭൂതം, വർത്തമാനം, ഭാവി എന്നിവ അപഗ്രഥിച്ചുകൊണ്ട് തയ്യാറാക്കുന്ന ഒരു ചലച്ചിത്ര നയത്തിന് ഈ ആവാസ വ്യവസ്ഥയെ പുഷ്ടിപ്പെടുത്താനും ചലച്ചിത്ര മേഖലയ്ക്ക് വ്യക്തമായ ദിശാബോധം നൽകാനും കഴിയും. ചലച്ചിത്ര മേഖല ഒട്ടനവധി അടിസ്ഥാന വർഗ തൊഴിലാളികളുടെ ഉപജീവന മാർഗം കൂടിയാണ്. അവരുടെ ക്ഷേമം ഉറപ്പാക്കുന്ന ഒന്നാകും കേരളത്തിൻ്റെ സിനിമാ നയം എന്ന് ഞാൻ പ്രത്യാശിക്കുന്നു. ചലച്ചിത്ര നിർമ്മാണം കൂടുതൽ ജനകീയമാക്കാനും കൂടുതൽ പേരെ നിർമ്മാണ പ്രക്രിയയിലേക്ക് എത്തിക്കാനുമുള്ള നിർദ്ദേശങ്ങൾ ഈ ചലച്ചിത്ര നയത്തിൽ ഉൾപ്പെടുത്തുമെന്നും ഞാൻ പ്രതീക്ഷിക്കുന്നു. സമർപ്പിക്കുന്നതിനുമായി ശ്രീ പിണറായി വിജയനെ സാദരം ക്ഷണിക്കുന്നു. His presence at this inauguration means a lot for this two-day conclave, which is a new beginning for our industry. Padma